ലീഡ്സിൽ നടന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റിൻ്റെ അവസാന ദിനം നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഇന്ത്യ ഉയർത്തിയ 371 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ഇംഗ്ലണ്ട് മുന്നേറുമ്പോഴാണ് സംഭവങ്ങളുടെ തുടക്കം. 5-ാം ദിവസം ആദ്യ സെഷനിൽ ഒരു വിക്കറ്റ് പോലും വീഴ്ത്താനാകാത്തതിൻ്റെ നിരാശ ഇന്ത്യൻ താരങ്ങളിൽ പ്രകടമായിരുന്നു. ഷെയ്പ്പ് നഷ്ടപ്പെട്ട പന്ത് മാറ്റാൻ ആദ്യ സെഷനിടെ ഇന്ത്യൻ താരങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും അമ്പയർ അനുവദിച്ചില്ല. ആദ്യം മുഹമ്മദ് സിറാജും പിന്നീട് ഷാർദുൽ താക്കൂറും അമ്പയറോട് സംസാരിച്ചു. ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും സ്റ്റാർ ബാറ്റർ KL രാഹുലും ചർച്ചകളിൽ ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല. പന്തിൻ്റെ രൂപത്തിൽ മാറ്റം വന്നോ എന്ന് നോക്കുന്നതിന് അമ്പയർ ഗേജ് പരിശോധന നടത്തിയെങ്കിലും ഇന്ത്യൻ ടീം തൃപ്തരായിരുന്നില്ല. ആവശ്യം തുടർച്ചയായി നിരാകരിക്കപ്പെട്ടതോടെ മാച്ച് ഒഫീഷ്യൽസുമായുള്ള ചർച്ചയിൽ മറ്റ് താരങ്ങൾക്കൊപ്പം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ദേഷ്യപ്പെട്ടു. അതേസമയം പന്ത് മാറ്റണമെന്ന ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകളെ തുടർന്ന് ഹെഡിംഗ്ലിയിലെ കാണികൾ ഇന്ത്യൻ ടീമിനെ കൂക്കി വിളിക്കുകയും ചെയ്തു. ഒടുവിൽ ആദ്യ സെഷന്റെ അവസാന മിനിറ്റുകളിലാണ് അമ്പയർമാർ പന്ത് മാറ്റാൻ അനുവദിച്ചത്. ഓവർ ആരംഭിക്കാനായി രവീന്ദ്ര ജഡേജ എത്തിയപ്പോഴായിരുന്നു ഇത്. അമ്പയറുടെ അടുത്തെത്തിയ ജഡേജയിൽ നിന്ന് രസകരമായ പ്രതികരണവും ഈ സമയത്തുണ്ടായി. തമാശ കലർന്ന ഈ രംഗങ്ങൾ ഇരുവരും ആസ്വദിക്കുകയും ചെയ്തു. ആദ്യ ഇന്നിംഗ്സിലും സമാനമായ സംഭവം അരങ്ങേറിയിരുന്നു. ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സിന്റെ 61-ാം ഓവറിലാണ് ഋഷഭ് പന്ത് അമ്പയറുടെ തീരുമാനത്തിൽ ദേഷ്യപ്പെടുന്നത്. ഇംഗ്ലണ്ടിനായി ഹാരി ബ്രൂക്കും ബെൻ സ്റ്റോക്സുമാണ് ആ സമയത്ത് ക്രീസിലുണ്ടായിരുന്നത്. ബോൾ മാറ്റണമെന്ന ആവശ്യമായി ഇന്ത്യ എത്തിയെങ്കിലും അമ്പയർ അതിന് സമ്മതിച്ചില്ല. ഇതോടെ കയ്യിലുണ്ടായിരുന്ന ബോൾ ഋഷഭ് പന്ത് താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു. പന്തിൻ്റെ ഈ പ്രവൃത്തി ഗൗരവമായി എടുത്ത ICC നടപടിയും സ്വീകരിച്ചു. ICC പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലെവൽ 1 ലംഘിച്ചതിന് പന്തിനെതിരെ നടപടി സ്വീകരിക്കുകയായിരുന്നു. ഒരു ഡീമെറിറ്റ് പോയിന്റ് താരത്തിന് ഇതോടെ ലഭിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടെ ഋഷഭ് പന്തിന് ലഭിക്കുന്ന ഏക ഡീമെറിറ്റ് പോയിന്റാണിത്. അന്താരാഷ്ട്ര മത്സരത്തിനിടെ അമ്പയറുടെ തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് താരങ്ങൾക്കും പ്ലെയർ സപ്പോർട്ട് പേഴ്സണലിനുമുള്ള ICC പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടിക്കിൾ 2.8 പന്ത് ലംഘിച്ചതായി ICC കണ്ടെത്തി. എന്നാൽ പന്ത് കുറ്റം സമ്മതിച്ചതിനാൽ കൂടുതൽ അച്ചടക്ക നടപടിയിലേക്ക് ICC കടന്നിട്ടില്ല. 2-ാം ഇന്നിംഗ്സിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. അതേസമയം ലീഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 5 വിക്കറ്റുകൾക്ക് തോൽപ്പിച്ചു. ഇംഗ്ലണ്ടിന് 2-ാം ഇന്നിംഗ്സിൽ 371 റൺസായിരുന്നു വിജയലക്ഷ്യം. ഈ ലക്ഷ്യം 5-ാം ദിനത്തിൽ ഇംഗ്ലണ്ട് മറികടന്നു. ഇതോടെ ചരിത്രത്തിലെ ഏറ്റവും നിരാശാജനകമായ തോൽവിയാണ് ഇന്ത്യൻ ടീം ഏറ്റുവാങ്ങിയത്. 2 ഇന്നിംഗ്സിലും താരതമ്യേന മികച്ച റൺസ് സ്കോർ ചെയ്തിട്ടും പരാജയപ്പെട്ടതാണ് ഇന്ത്യയെ നിരാശപ്പെടുത്തുന്ന കാര്യം. ഒരു ടെസ്റ്റ് മത്സരത്തിൽ 5 വ്യക്തിഗത സെഞ്ചുറികൾ നേടിയിട്ടും ആ ടീം പരാജയപ്പെടുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല 835 റൺസ് സ്കോർ ചെയ്തിട്ടാണ് ഇന്ത്യൻ ടീം പരാജയപ്പെട്ടത്. ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്തിട്ടും പരാജയപ്പെടുക എന്ന റെക്കോർഡിൽ 4ാമത്തെ മികച്ച സ്കോറായും ഇന്ത്യയുടെ ഈ റൺസ് നേട്ടം മാറി. ഋഷഭ് പന്ത് ഇന്ത്യക്കായി മത്സരത്തിൽ 2 സെഞ്ചുറികൾ നേടിയിരുന്നു. യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, KL രാഹുൽ എന്നിവർ ഓരോ ഇന്നിംഗ്സിലും സെഞ്ചുറി നേടി. ഈ വിജയത്തോടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലെത്തി. ഇനി 4 ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെതിരെ കളിക്കാനുള്ളത്. 2ാമത്തെ ടെസ്റ്റ് മത്സരം ജൂലൈ 2-ന് ആരംഭിക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.